വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഒരിക്കൽ കൂടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നമ്മളൊരു ജേണിയിലാണ്. കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ആദാമിനെ കർത്താവ് ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്തതുപോലെ, ഓരോ മൃഗങ്ങളെയും ഓരോ വൃക്ഷങ്ങളെയും എല്ലാം കാണിച്ചു കൊടുത്തതുപോലെ നമ്മൾ കർത്താവ് ചില കാര്യങ്ങൾ കാണിച്ചു തരികയാണ്. ഹീസ് എക്സ്പ്ലെയിനിങ് തിങ്സ് ടു അസ് പാസ്റ്ററിലൂടെ. സോ എത്ര പേർക്ക് അനുഗ്രഹമാണ്. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇന്ന് ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില വ്യക്തികളുടെ ബർത്ത്ഡേസ് ആണ്, ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികളാണ്. നമുക്കൊരുമിച്ച് ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ആദ്യമായി ഒരു വെൽവിഷറുണ്ട്, നമുക്കൊരു പ്രൈം സ്പോൺസർ ഫ്രം കൊച്ചിൻ. ഇന്ന് വെൽവിഷറിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവം നൽകിയ സകല നന്മകൾക്കും കർത്താവിൻ്റെ വിശ്വസ്തതയും ഓർത്താണല്ലോ കർത്താവെ ഇന്ന് ഈ ബർത്ത്ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം വന്ന് ലോർഡ് വി പ്രേ ദാറ്റ് യു വിൽ ബ്ലെസ് ഹിം വിത്ത് യുവർ മൈറ്റി ഹാൻഡ് ഫാദർ. അപ്പോൾ തന്നെ ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം പകരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദെയർ ബി എ ഗ്രേറ്റ് പ്രോഗ്രസ് ദിസ് ഇയർ ഇൻ ദി ഏരിയ ഓഫ് ബിസിനസ് കർത്താവെ. അപ്പോൾ തന്നെ കുടുംബത്തിലുള്ള എല്ലാ മക്കളുടെയും എല്ലാ തലമുറകളുടെയും മേൽ കർത്താവെ സൂപ്പർ നാച്ചുറൽ അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വന്ന് ചേരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോർഡ് വി ബ്ലെസ് ഹിം ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ തന്നെ നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് ജേക്കബ് ജോൺ ആൻഡ് ഗ്രേസ് ജേക്കബ് ഫ്രം എറണാകുളം. താങ്ക് യു ജേക്കബ് അങ്കിൾ ആൻഡ് ഗ്രേസ് ആൻറ്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്ന് ജേക്കബ് ജോൺ അങ്കിളുടെ 80th ബർത്ത്ഡേ ആണ്. താങ്ക് യു സോ മച്ച് അങ്കിൾ ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ തന്നെ ജാനുവരി 27 ജേക്കബ് അങ്കിളുടെയും ഗ്രേസ് ആൻറ്റിയുടെയും 54th വെഡിങ് ആനിവേഴ്സറി ആണ്. ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് ടു ബോത്ത് ഓഫ് യു. കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ജേക്കബ് അങ്കിളെ ബ്ലെസ് ചെയ്യുന്നു. ഇത്രയും നാൾ കർത്താവെ അങ്ങ് വഴി നടത്തി, ഇനിയും കർത്താവെ ആയുസ് കൊടുത്ത് കർത്താവ് ഓരോ ദിവസവും കർത്താവെ അങ്ങ് ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കണ്ണുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2026 അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു സൂപ്പർ നാച്ചുറൽ ഇയറായി തീരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒരു അനുഭവം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു മാതൃകയായി ജേക്കബ് അങ്കിളും ഗ്രേസ് ആൻറ്റിയും ആ മുഴു കുടുംബവും കർത്താവെ അങ്ങ് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഗ്രേസ് ആൻറ്റിയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ ആൻറ്റിയുടെ ഹെൽത്ത് ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ലോർഡ് ഗ്രേറ്റ് ബ്രേക്ക് ത്രൂസ് ഈ വർഷം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു TV പ്രോഗ്രാം സ്പോൺസറായി തീരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ജനുവരി 29 വ്യാഴാഴ്ചയിലെ പേജ് നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ എടുക്കുക. ആൻഡ് അതിൽ ഫോക്കസ് വേർഡ് ഈസ് ഹ്യൂമിലിറ്റി, താഴ്മ. അതിൻ്റെ ഫോക്കസ് വേഴ്സ് കണ്ടായിരുന്നു. 1 പത്രോസ് 5:6, 1 Peter chapter 5 verse number 6, humble yourselves therefore under God's mighty hand and he may lift you up in due time. അപ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. എന്തിന്? അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. ഒരു പ്രഖ്യാപനമുണ്ട്, ഡെക്ലറേഷൻ. ഐ വാക്ക് ഇൻ ഹ്യൂമിലിറ്റി ടുഡേ. ഞാനിന്ന് താഴ്മയിൽ നടക്കുന്നു. ദ ലോർഡ് വിൽ എക്സോൾട്ട് മീ ഇൻ ഹിസ് പെർഫെക്റ്റ് ടൈം. ദൈവത്തിൻ്റെ സമ്പൂർണതയുള്ള സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് അവൻ എന്നെ ഉയർത്തും. വാവ്. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങളുടെ ഡയറിയിൽ നോക്കി കൃത്യമായിട്ട് വായിച്ച ശേഷം ടിക്ക് ചെയ്യുക. ഓക്കെ. ഹ്യൂമിലിറ്റി ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടായാൽ മതി. എങ്കിലും ഇത് പറയുമ്പോൾ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മിൽ ഉളവായി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവിൻ്റെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നൊരു ക്വാളിറ്റിയാണ് താഴ്മ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ
എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ആൾ ഏറ്റവും താഴ്മയുള്ളവനാണ്. അത് നമുക്ക് തന്നെ ഒരു വിരോധാഭാസമായി തോന്നും. കർത്താവിൻ്റെ ഉള്ള അഹങ്കാരം ഒന്നുമില്ല, അതിനേക്കാൾ വലിയ ആരുമില്ല, എങ്കിലും അവൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ഹ്യൂമിലിറ്റിയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്പർ 1 കുറിച്ച് വെക്കണം. അതിനു മുമ്പ് എല്ലാവരും തന്നെ കമൻറ്റ് സെക്ഷനിൽ ഹ്യൂമിലിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. കമൻറ്റ് സെക്ഷൻ എവിടെയാണെന്ന് അറിയില്ല, നോ പ്രോബ്ലം. ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്യുക ഹ്യൂമിലിറ്റി, എളിമ, താഴ്മ ടൈപ്പ് ചെയ്യുക. ഒത്തിരി പേര് ടൈപ്പ് ചെയ്യുക, ഓരോരുത്തരും ടൈപ്പ് ചെയ്യുക, ഒരാൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. കാരണം ഇന്ന് അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് പരിശുദ്ധാത്മാവ് നമ്മിൽ ഉളവാക്കട്ടെ. നമ്പർ 1, ഹ്യൂമിലിറ്റി ഈസ് ഗോഡ്സ് പാത്വേ ടു പ്രൊമോഷൻ. ഉയർച്ചയിലേക്കുള്ള അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വഴിയാണ് താഴ്മ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. താഴ്ന്നവരെ മാത്രമേ കർത്താവ് ഉയർത്തുകയുള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞു ഓർക്കുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ രീതി. അതാണ് 1 Peter chapter 5 verse number 6. നേരത്തെ പറഞ്ഞ അതേ വചനം തന്നെയാണ്. ഹംബിൾ yourselves therefore under God's mighty hand that he may lift you up in due time. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. എത്ര പേർക്ക് ദൈവത്താൽ ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്? മനുഷ്യരെ ഉയർത്തുന്ന ഉയർച്ചയുണ്ട്, പക്ഷെ മനുഷ്യരെ പൊക്കിയാൽ ഉയർത്തിയാൽ ഒരാൾക്ക് എത്ര വരെ പൊക്കാൻ പറ്റും? അയാളുടെ ഷോൾഡറിൻ്റെ മുകളിലോട്ട് പറ്റുന്ന ഒരാളുടെ അടുത്ത് പൊക്കണമല്ലോ. കഷ്ടപ്പെട്ട് കുറച്ച് നേരം പൊക്കി കയ്യെങ്ങാലും പെട്ടെന്ന് തളർച്ചയോ ക്ഷീണമോ വന്നാൽ താഴെ കിട്ടുങ്ങളായി, നടുവൊടിഞ്ഞ് താഴെ കിടക്കും. ഇത്രയേ ഉള്ളൂ മനുഷ്യരാലുള്ള ഉയർച്ച. എന്നാൽ ദൈവത്താലുള്ള ഉയർച്ച, ദൈവം ഉയർത്തിയാൽ അവൻ്റെ സിംഹാസനത്തോളം ഉയർത്തും. അതുകൊണ്ട് യോഹന്നാൻ 12 എൻ്റെ വിശ്വാസം. കർത്താവ് പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ ഞാൻ മാനിക്കും, അവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. Humble yourselves therefore under God's mighty hand and that he may lift you up in due time. ഒരു പ്രിൻസിപ്പിളാണിത്. ഗോഡ് ലിഫ്റ്റ്സ് ദ ഹംബിൾ. താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുന്നു. സെൽഫ് എക്സോൾട്ടേഷൻ ഡിലേസ് പ്രൊമോഷൻ. ഹ്യൂമിലിറ്റി ഇൻവൈറ്റ്സ് ഗോഡ്സ് ഹാൻഡ് ടു ആക്ട്. അപ്പോൾ തന്നെത്താൻ ഉയർത്തുന്ന ഒരു രീതി നമ്മുടെ എല്ലാവരുടെ അകത്ത് ഇതൊക്കെ കാണും. പലർക്കും കൂടിയും കുറഞ്ഞിരിക്കുന്നുള്ളൂ. ജഡത്തിൽ ഇതെല്ലാമുണ്ട്, ഫ്ലഷിനകത്ത് ഇതെല്ലാമുണ്ട്. സെൽഫ് എക്സോൾട്ടേഷൻ ഡിലേസ് പ്രൊമോഷൻ ഓർ ബ്ലോക്സ് പ്രൊമോഷൻ. സ്വയം ഉയർത്തുന്നവരുടെ ഉയർച്ച ഒന്നുകിൽ തടയപ്പെടും, അല്ലെങ്കിൽ താമസിക്കും. തന്നെത്താൻ ഉയർത്തി ചിന്തിക്കുക, തന്നെത്താൻ ഉയർത്തി സംസാരിക്കുക, തന്നെത്താൻ ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രൊമോഷൻ ഡിലേ ആകും. അതിഭയങ്കരമായി ഉയർത്തുകയാണെങ്കിൽ സാത്താന് സംഭവിച്ചതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതി ചില നിർദ്ദേശങ്ങൾ പറയുകയാണ്, പുതിയ ശിഷ്യരെ അധ്യക്ഷസ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിശാചിന് നിഗളിച്ചിട്ട് പിശാചിന് പറ്റിയ ശിക്ഷാവിധിയിൽ അങ്ങനെയുള്ളവർ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയ ശിഷ്യന്മാരെ ഒത്തിരി പ്രൊമോട്ട് ചെയ്ത് അധ്യക്ഷസ്ഥാനത്ത് ലീഡർഷിപ്പിലൊക്കെ കൊണ്ടുപോയി നിർത്തരുത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്വിറ്റ് സെൽഫ് എക്സോൾട്ടേഷൻ, ഡു സെൽഫ് എക്സാമിനേഷൻ. തന്നെത്താൻ ഉയർത്തുന്ന രീതി അവസാനിപ്പിച്ചിട്ട് ഒരു ആത്മപരിശോധന നടത്തുന്ന, തന്നെത്താൻ പരിശോധിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഞാനിതിന് യോഗ്യനാണോ? ഞാൻ തന്നെത്താൻ ഉയർത്തുന്നുണ്ടോ? എൻ്റെ അകത്ത് അഹങ്കാരമുണ്ടോ? നിഗളമുണ്ടോ? ഇതൊക്കെ അകത്ത് നമ്മൾ ചിന്തിക്കുക, നമ്മെ തന്നെ പരിശോധിക്കുക. എപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ മുഖത്തെ ഈ കണ്ണുകൾ നമ്മെ കാണുന്ന രീതിയിലല്ല ഇരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം കാണാം. എന്നെ കാണണമെങ്കിൽ എനിക്കൊരു കണ്ണാടിയുടെ സഹായം ആവശ്യമാണ്. കണ്ണാടി ഉപയോഗിച്ചാൽ പോലും എല്ലാ ഭാഗവും എനിക്ക് കാണാൻ സാധ്യമല്ല. എൻ്റെ പിൻവശം കാണണമെങ്കിൽ മറ്റൊരു കണ്ണാടി കൂടെ ഒരുപക്ഷെ ഒരു ആംഗിളിൽ പിടിക്കേണ്ടി വരും. അതല്ലാതെ തന്നെത്താൻ എനിക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ മറ്റൊരാൾക്ക് എന്നെ കാണാം. എപ്പോഴും നാം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതിൽ മുൻപന്തിയിലാണ്, അവർ നമ്മുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതിലും ഏറ്റവും മുൻപന്തിയിലാണ്.
എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് തന്നെത്താൻ അവരവരുടെ തെറ്റ് കണ്ടുപിടിക്കുവാൻ ആർക്ക് സാധിക്കുമോ അവർക്കാണ് വളർച്ച ഉണ്ടാകുന്നത്. ജെയിംസ് 4:10, യാക്കോബിൻ്റെ ലേഖനം 4:10, ഹംബിൾ യുവർസെൽസ് ബിഫോർ ദ ലോർഡ് ആൻഡ് ഹീ വിൽ ലിഫ്റ്റ് യു അപ്പ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്താമെങ്കിൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ പത്രോസും അത് തന്നെ പറയുന്നു, യാക്കോബും അത് തന്നെ പറയുന്നു. നമ്മൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, അതൊരു വലിയ സംഭവമാണ്. ഈ വർഷം ഭയങ്കരമായ ഉയർച്ച ദൈവത്തിൽ നിന്ന് വരുവാൻ ദൈവത്തിന് തന്നെ ആഗ്രഹമുണ്ട് നമ്മളെല്ലാം ഉയർത്താൻ. പക്ഷെ ഉയർത്താൻ പറ്റാത്തത് നമ്മുടെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൈവവചനത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള താഴ്മ നമ്മളില്ലാതാകുമ്പോഴാണ് ദൈവത്തിന് നമ്മെ അധികം ഉപയോഗിക്കാൻ പറ്റാതായി പോകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു പ്രിൻസിപ്പിൾ, ഗോഡ് ആക്റ്റീവ്ലി റെസിസ്റ്റ് പ്രൈഡ്. അഹങ്കാരത്തെ, അഹന്തയെ, നിഗളത്തെ, ഞാനെന്ന ഭാവത്തെ ദൈവം വളരെ ശക്തമായി എതിർക്കുന്നു. അതുകൊണ്ടാണ് ജെയിംസ് 4:6 നേരത്തെ വായിച്ച 10ാമത്തെ വചനമാണെങ്കിൽ അതിന് മുമ്പ് യാക്കോബിൻ്റെ ലേഖനം 4:6, ബട്ട് ഹീ ഗീവ്സ് us more grace. That's why scripture says God opposes the proud but shows favor to the humble. അതിനാൽ ദൈവം നമുക്ക് കൂടുതൽ കൃപ നൽകുന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്. തിരുവെഴുത്ത് എന്താ പറയുന്നത്? ഗോഡ് ഓപ്പോസസ് ദ പ്രൗഡ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ബട്ട് ഷോസ് ഫേവർ ടു ദ ഹംബിൾ. എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നിഗളിക്കുന്ന സകല സിസ്റ്റംസിനോടും, നിഗളിക്കുന്ന വ്യക്തികളോടും, നിഗളിക്കുന്ന രാജാക്കന്മാരോടും, നിഗളിക്കുന്ന ദരിദ്രരോടും, നിഗളിക്കുന്ന സമ്പന്നരോടും, ആരായിരുന്നാലും എക്സോർവായി നിഗളിക്കുന്ന എല്ലാറ്റിനെതിരെയും ദൈവം നിൽക്കും. ഏറ്റവും ആദ്യം നിഗളിച്ച് ദൈവത്തിനെതിരെ മത്സരിച്ച് നിന്നത് ലൂസിഫറാണ്. ലൂസിഫർ എന്ന് പറയുന്നത് എത്രത്തോളം കറക്റ്റാണെന്നറിയില്ല. പിന്നീട് സാത്താൻ എന്നറിയപ്പെടുന്നു. ലൂസിഫർ എന്ന് ആണ് ആദ്യത്തെ പേരെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ദൈവത്തിനെതിരെ ആദ്യമായി നിഗളിച്ച് തന്നെത്താൻ ഉയർത്തിയത് ലൂസിഫറാണ്. പിന്നീട് സാത്താൻ, പിശാച്, ദ ഡെവിൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം തന്നോടൊപ്പം കുറേ ദൂതന്മാർ ഇതുപോലെ തന്നെ നിഗളിച്ച് ദൈവത്തിനെതിരെ മത്സരിച്ച് പോയി. പിന്നെ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലരും നിഗളിച്ചു. അതിൽ നിമ്രോദ് എന്നൊരു മനുഷ്യൻ, അദ്ദേഹം ആകാശത്ത് ദൈവത്തോളം എത്തുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗോപുരം പണിതു. ഒരു ബാബേൽ ഗോപുരം, അതുപോലെ അങ്ങനെയുള്ളതെല്ലാം പണിയാൻ തുടങ്ങുന്നു. പിന്നീട് നെബൂഖദ്നേസറിൻ്റെ കഥ അറിയാം, തന്നെത്താൻ നിഗളിച്ചുയർത്തി. ഇതുപോലെ പലരും, ഹെരോദാ രാജാവ്, ഇവരൊക്കെ കർത്താവ് അടിച്ച് താഴെയിട്ടു. ടൈറ്റാനിക് കപ്പൽ എന്നും എല്ലാവർക്കും ഒരു ഹിസ്റ്ററിയിൽ തന്നെ ഒരു പാഠമായ ഒരു ലെസൺ, ഹിസ്റ്റോറിക് ലെസണായിട്ട് നിൽക്കുകയാണ്. അഹങ്കാരം പറഞ്ഞു അല്ലേ, ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പലിനെ മുക്കുവാൻ സാധ്യമല്ല എന്നാണ് അതിൻ്റെ നിർമ്മാതാക്കളോട്, അതിൻ്റെ ഉടമയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പൽ മുക്കാൻ സാധ്യമല്ല. അതിൻ്റെ കന്യാത്രയിൽ തന്നെ മുങ്ങി. സോ എത്ര ഭയങ്കരമാണെന്ന് ചിന്തിച്ചു നോക്കുക. സദൃശവാക്യങ്ങൾ 16:18, Proverbs 16 and verse number 18, pride goes before destruction, a haughty spirit before a fall. ഒരു നാശത്തിന് മുമ്പ് നിഗളം പോകുന്നു. നാശം അവിടെ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് നിഗളം പോകുന്നു എന്ന് പറഞ്ഞാൽ നിഗളത്തിൻ്റെ പുറകെ നാശമുണ്ടെന്ന്. എ ഹോട്ടി സ്പിരിറ്റ് ബിഫോർ എ ഫോൾ. വീഴ്ചയ്ക്ക് മുമ്പ് നിഗളിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകും, അഹങ്കരിക്കുന്നൊരു ഹൃദയം ഉണ്ടാകും. നമ്മുടെ ആരെങ്കിലും അകത്ത് ഇത് ഇരിക്കുവാണെങ്കിൽ ഇന്നതങ്ങ് എടുത്ത് കളയണം, അത് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ പല വീഴ്ചകളും മുമ്പിലുണ്ടെന്നാണ് ഈ വചനം പറയുന്നത്. പ്രൈഡ് അട്രാക്ട്സ് റെസിസ്റ്റൻസ്, ഹ്യൂമിലിറ്റി അട്രാക്ട്സ് ഗ്രേസ്. നമ്മുടെ അകത്തുള്ള അഹങ്കാരം ദൈവം അതിനെതിരെ ചെറുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹ്യൂമിലിറ്റി അട്രാക്ട്സ് ഗ്രേസ്. താഴ്മ ദൈവത്തിൻ്റെ കൃപയെ, ദൈവത്തിൻ്റെ ഫേവർ, പ്രസാദം, അതിനെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കപ്പ്
നിറഞ്ഞിരിക്കുകയാണെന്നിരിക്കട്ടെ, ഇനി ഒരു ഡ്രോപ്പ് അതിലേക്ക് ഒഴിക്കാൻ സാധ്യമല്ല. അതുപോലെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഫുൾ കപ്പ് കനോട്ട് റിസീവ് എനി മോർ വാട്ടർ. ഇനി അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പറ്റുമോ, സ്വീകരിക്കാൻ പറ്റുമോ? നോ വേ. എ ഹംബിൾ ഹാർട്ട് റിമെയിൻസ് എംപ്റ്റി ഇനഫ് ടു ബി ഫിൽഡ്. എന്നാൽ താഴ്മയുള്ളൊരു ഹൃദയത്തിൻ്റെ പ്രത്യേകത ഒരു ഒഴിഞ്ഞ പാത്രം പോലെ നിറയപ്പെടാൻ, സ്വീകരിക്കപ്പെടാൻ വേണ്ടി ഒഴിഞ്ഞ പാത്രമായി നിൽക്കും. നമ്പർ 3 കുറിച്ച് വയ്ക്കുക. ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഇടണം. ഈ വചനങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് മിടുക്കന്മാരും മിടുക്കികളും ഇട്ടുകൊണ്ടിരിക്കണം. 3 ജീസസ് ഈസ് എ സുപ്രീം മോഡൽ ഓഫ് ഹ്യൂമിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, യേശുവാണ് താഴ്മയുടെ സുപ്രീം മോഡൽ, ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃക എന്ന് പറയുന്ന യേശുവാണ്. ഫിലിപ്പിൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 5 to 8. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെ അനേക പ്രാവശ്യം ഈ പാസേജ് എടുത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത്, ഇൻ യുവർ റിലേഷൻഷിപ്സ് വിത്ത് വൺ അനദർ ഹാവ് ദ സെയിം മൈൻഡ് സെറ്റ് ആസ് ക്രൈസ്റ്റ് ജീസസ്. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങൾ പരസ്പരം ഇടപഴകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അതാണ് ഉണ്ടാകേണ്ടത്. ഹു ബീയിങ് ഇൻ വെരി നേച്ചർ ഓഫ് ഗോഡ്. അവൻ ദൈവത്തിൻ്റെ രൂപത്തിലിരിക്കുമ്പോൾ, അഥവാ ദൈവമായിട്ടിരിക്കുമ്പോൾ, ദൈവമഹത്വത്തിലിരിക്കുമ്പോൾ, ഡിഡ് നോട്ട് കൺസിഡർ ഇക്വാലിറ്റി വിത്ത് ഗോഡ് സംതിങ് ടു ബി യൂസ്ഡ് ടു ഹിസ് ഓൺ അഡ്വാൻറ്റേജ്. അവനൊരിക്കലും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല, അല്ലെങ്കിൽ സ്വന്തം പ്രയോജനത്തിന് വേണ്ടി അത് പിടിച്ചുകൊണ്ടിരുന്നില്ല. Rather, he made himself nothing by taking the very nature of a servant. എന്നാൽ അവൻ ഒരു ദാസരൂപം എടുത്തു, അല്ലെങ്കിൽ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ എംറ്റിയാക്കി. എന്ന് വെച്ചാൽ മഹത്വവും അങ്ങനെയുള്ളതെല്ലാം മാറ്റിവെച്ചു. ബീങ് മെയ്ഡ് ഇൻ എ ഹ്യൂമൻ ലൈക്ക്നെസ്, എന്നിട്ടൊരു മനുഷ്യൻ്റെ രൂപം എടുത്തു. ആൻഡ് ബീങ് ഫൗണ്ട് ഇൻ അപ്പിയറൻസ് ആസ് എ മാൻ, ഒരു മനുഷ്യനായി താൻ പ്രത്യക്ഷനായി. ഹി ഹംബിൾ ഹിംസെൽഫ് ബൈ ബിക്കമിങ് ഒബീഡിയൻറ്റ് ടു ഡെത്ത്, ഈവൻ ഡെത്ത് ഓൺ എ ക്രോസ്. എന്നിട്ട് യേശു ചെയ്തത് മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. ഇതുപോലെ താഴ്മ കാണിച്ച മറ്റൊരു വ്യക്തിത്വം യൂണിവേഴ്സിലില്ല. വാവ്. സോ ട്രൂ ജെന്റിൽനെസ് കംസ് ത്രൂ ഹംബിൾ ഒബീഡിയൻസ്. ശരിയായ ഒരു ജെന്റിൽനെസ് വരുന്നത് എങ്ങനെയാണ്? വളരെ താഴ്മയുള്ള അനുസരണത്തിലൂടെയാണ് ശരിയായ രീതിയിലുള്ള നമ്മുടെ ജെന്റിൽനെസ്, സൗമ്യത നമ്മിൽ വരുന്നത്. നമ്പർ 4. അപ്പോൾ തന്നെ ഞാൻ കൂടെ പറയാനുള്ള മറ്റൊരു വചനഭാഗം എല്ലാവർക്കും അറിയാം. മാത്യു 11 വേഴ്സ് നമ്പർ 28, 29 and 30. ഇതിനോട് ചേർത്ത് പഠിക്കാവുന്ന ഒന്നാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28, 29, 30. അതിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന് പറഞ്ഞ ശേഷം ഉടൻ തന്നെ പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് കേട്ട് പഠിപ്പിൻ. കർത്താവ് തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെൽഫ് ഇൻട്രൊഡക്ഷനാണെന്ന് വിചാരിച്ചു. കർത്താവ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ. അതെത്ര പേർക്ക് പറയാൻ കഴിയും? എന്നിട്ട് കർത്താവ് പറയാം, അതുകൊണ്ട് എന്നോട് കേട്ട് പഠിപ്പിൻ. എന്താണ് പഠിക്കേണ്ടത്? സൗമ്യതയും താഴ്മയുള്ളവരായി ജീവിക്കുക. നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിൽ തന്നെ. നമ്പർ 4, ഹ്യൂമിലിറ്റി ബ്രിങ്സ് ഗോഡ്സ് പ്രസൻസ് ആൻഡ് ഗൈഡൻസ്. താഴ്മയുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും നടത്തിപ്പുകളും ലഭിക്കും. ദൈവമായിട്ട് തന്നെ നമ്മൾ നടത്തിക്കൊണ്ടുപോകും. അതിന് നല്ലൊരു വചനം ഐസയ 57 and verse number 15. ഏശയ്യാവിൻ്റെ പുസ്തകം 57:15 കിടപ്പുണ്ട്. ഫോർ ദിസ് ഈസ് വാട്ട് ദ ഹൈ ആൻഡ് എക്സോൾട്ടഡ് വൺ സേസ്. ഉയർന്നിരിക്കുന്ന ഉന്നതനായ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, ഹി ഹു ലിവ്സ് ഫോർ എവർ, ശാശ്വതവാസിയായ ദൈവം, ഹൂസ് നെയിം ഈസ് ഹോളി, അവൻ്റെ നാമം പരിശുദ്ധം. എന്താണ് പറയുന്നത്?
courts. I live in a high and holy place. കർത്താവ് പറയാം, ഞാൻ വളരെ ഉന്നതമായ പരിശുദ്ധമായ സ്ഥലത്താണ് ജീവിക്കുന്നത്. But also with the one who is contrite and lowly in spirit. എന്നാൽ അവിടെ മാത്രമല്ല ഞാൻ ജീവിക്കുന്നത്, താഴ്മ ഉള്ളവരോടുകൂടെ, മനസ്സ് എങ്ങനെയാണ് പറയേണ്ടത്, നുറുങ്ങിയവരോടുകൂടെ, മനസ്സിൽ ബ്രോക്കൺനെസ് ഉള്ളവരോടുകൂടെ, ടു റിവൈവ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോലി ആൻഡ് ടു റിവൈവ് ദ ഹാർട്ട് ഓഫ് ദ കൺട്രൈറ്റ്. കാരണം അങ്ങനെയുള്ള മനസ്താപമുള്ള അല്ലെങ്കിൽ താഴ്മയുള്ളവരുടെ ആത്മാവിന് ചൈതന്യം വരുത്തുവാൻ, അവരെ ഉണർത്തേണ്ടതിന് വേണ്ടി ഞാൻ അങ്ങനെയുള്ളവരോട് കൂടെ വസിക്കുന്നു. ഇങ്ങനെ ഓർത്താൽ മതി. കർത്താവ് വസിക്കുന്ന 2 സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഉയർന്ന ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് വസിക്കുന്നു. അതെവിടെയാണ്? 3-ാം സ്വർഗത്തിൽ. സ്വർഗം നിർമ്മലമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ സ്വർഗം പോലും നിർമ്മലമല്ല. തൻ്റെ നിർമ്മലതയോട് കമ്പയർ ചെയ്യുമ്പോൾ സ്വർഗം പോലും നിർമ്മലമല്ല. പക്ഷേ ഉയർന്ന ഉന്നതമായ പരിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് ദൈവം. അത് കൂടാതെ ദൈവം വസിക്കുന്ന മറ്റൊരു സ്ഥലമാണ് മാനസാന്തരമുള്ള, ബ്രോക്കൺനെസ്സുള്ള, നുറുക്കമുള്ള ഹൃദയങ്ങളോടുകൂടെ, വ്യക്തികളോടുകൂടെയും ദൈവം വസിക്കുന്നു. അപ്പോൾ 2 സ്ഥലങ്ങൾ. Psalm 25 verse number 9 എന്താ പറയുന്നത്? He guides the humble in what is right and teaches them his way. He guides the humble in what is right. താഴ്മയുള്ളവരെ അവൻ ശരിയായ രീതിയിൽ നടത്തുന്നു. And teaches them his way. അവരെ അവൻ തൻ്റെ വഴികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ താഴ്മയുണ്ടെങ്കിൽ ഗൈഡൻസ് കിട്ടുന്നു. താഴ്മയുള്ളവർക്കാണ് ദൈവിക ആലോചനകൾ ലഭിക്കുന്നത്. താഴ്മയുള്ളവരെയാണ് ദൈവം വഴി നടത്തുന്നത്. അവർ വഴി തെറ്റിയില്ല അതുകൊണ്ട്. എന്നാൽ തന്നെത്താൻ അഹങ്കരിക്കുന്നവർ ദൈവത്തിൻ്റെ വഴികൾ സ്വീകരിക്കില്ല, മാർഗനിർദ്ദേശം സ്വീകരിക്കില്ല, ലീഡിങ് ഗൈഡൻസ് അവർക്ക് വേണ്ട. അവർ സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് വലിയ കുഴികളിൽ വീണ് ചിലപ്പോൾ വിടുവിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അതുപോലെ ആയിത്തീരും. ഗോഡ് റിവീൽസ് ഹിസ് വേസ് ടു ഹംബിൾ ഹാർട്ട്സ്. കർത്താവ് തൻ്റെ വഴികളെ താഴ്മയുള്ള ഹൃദയങ്ങളെ അറിയിക്കും. പ്രാർത്ഥിക്കാമോ? കർത്താവ് നമുക്ക് ഏവർക്കും വേണ്ടി അത് ചെയ്തു തരും. 5, ഹ്യൂമിലിറ്റി പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഫാളിങ്. വീഴാതെ നമ്മെ സൂക്ഷിക്കുന്നത് നമ്മുടെ താഴ്മയാണ്. Proverbs 22 and verse number 4. സദൃശവാക്യങ്ങൾ 22:4 പറയുന്നത്, ഹ്യൂമിലിറ്റി ഈസ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. its wages are riches and honor and life. അപ്പോൾ ഈ താഴ്മ വീഴ്ചയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമിലിറ്റി ഈസ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. താഴ്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവഭയമാണ്. ദൈവത്തോടുള്ള ഭയമുള്ളവർക്ക് മാത്രമേ താഴാൻ കഴിയൂ. ഇറ്റ്സ് വേജസ് ആർ, അതിൻ്റെ കൂലി, അതിൻ്റെ പ്രതിഫലം എന്താണ്? റിച്ചസ് ആൻഡ് ഓണർ ആൻഡ് ലൈഫ്. സമ്പന്നത, ബഹുമാനം, ജീവൻ, ഇതൊക്കെ ഇതിന് കിട്ടുന്ന പ്രതിഫലമാണ്. ഒരു ഭയങ്കര കാറ്റടിക്കുന്ന സമയത്ത് ഏത് വൃക്ഷമായിരിക്കും ആദ്യം കാറ്റ് പിടിച്ച് ഒടിയുന്നത്? ഏറ്റവും ടോളായിട്ടുള്ളതായിരിക്കും, മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്ന, അങ്ങനെയുള്ള തലയെടുപ്പുള്ള പടുവൃക്ഷങ്ങൾ, അതിനാണ് കാറ്റ് പിടിച്ച് ആദ്യം വീഴുക. എന്നാൽ വളരെ താഴ്ന്ന പൊക്കം കുറഞ്ഞ ലോ ട്രീസ് അത് സർവൈവ് ചെയ്യും കാറ്റിൽ മിക്കവാറും. കാരണം ഹ്യൂമിലിറ്റി കീപ്സ് യു സ്റ്റാൻഡിങ്. താഴ്മയുണ്ടെങ്കിൽ, ഉദ്ദേശിച്ചത് ചെറിയ വൃക്ഷം വലിയ വൃക്ഷമോ ഏതാണ് സ്ട്രോങ് എന്നുള്ളതല്ല, അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഗുണപാഠം ഇതാണ്. ഈ ഹ്യൂമിലിറ്റി കീപ്സ് യു സ്റ്റാൻഡിങ്. താഴ്മയുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഹ്യൂമിലിറ്റി പ്രിപ്പേഴ്സ് us ഫോർ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. നമുക്ക് താഴ്മയുണ്ടെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് കർത്താവ് നമ്മെ നടത്തും. Luke 14 and verse number 11. For all those who exalt themselves will be humbled. തന്നെത്താൻ ഉയർത്തുന്ന എല്ലാവരും താഴ്ത്തപ്പെടും. And those who humble themselves will be exalted. അതുപോലെ തന്നെത്താൻ താഴ്ത്തുന്ന എല്ലാവരും ഉയർത്തപ്പെടും. God enters greater influence to those who are small in their own eyes. സ്വന്തം കണ്ണുകളിൽ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല
ഞാൻ ഇത്രേ ആയിട്ടുള്ളൂ, ഇനിയും വളരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് അകത്ത് താഴ്മയോടെ ചിന്തിക്കുന്ന ആളുകൾക്കായിരിക്കും ദൈവം കൂടുതൽ സ്വാധീനവും കൂടുതൽ കാര്യങ്ങൾ, ചുമതലകളും കർത്തവ്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നത്. നമുക്ക് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാം. നെഞ്ചിൽ കൈവച്ച്, കർത്താവ്, ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഭാവം, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ നേച്ചർ, യേശുവിൻ്റെ ക്വാളിറ്റി, താഴ്മയും സൗമ്യതയും ഒക്കെ കർത്താവ് ഞങ്ങളുടെ അകത്ത് ഈ ദിവസങ്ങളിൽ സ്ഥായിയായി, സ്ഥിരമായി, സ്റ്റേബിളായി ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്ക് തരണമേ, അങ്ങയുടെ രീതികൾ ഞങ്ങൾക്ക് തരണമേ, അങ്ങയുടെ മാനറിസം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈനീട്ടി പിടിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, രോഗികൾക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങൾ, സിഗരറ്റ് സ്മോക്കിംഗ് പോലുള്ളതിൽ നിന്ന് പലരും ഈ സമയത്ത് പുറത്തു വരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ തലയുടെ ഒരു ഭാഗത്ത് എന്തൊരു വലിയ പ്രയാസം അനുഭവിക്കുന്ന ആരെയോ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. ഇൻ ജീസസ് നെയിം. നട്ടലിന് എന്തോ ക്ഷതമേറ്റ ആരെയോ കർത്താവ് കാണുന്നു. ഒരു വലിയ വിടുതലോടെ ഉണ്ടാകട്ടെ. അതുപോലെ മറ്റ് ചില മുഴകളും ട്യൂമറുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഫിംഗറിന് പ്രയാസമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നതായിരിക്കുന്നു. മെയിൻലി ഈ മോതിരവിരൽ എന്നൊക്കെ പറയില്ല, അതുപോലെ ഏതൊരു വിരൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെയോ കർത്താവ് വളരെ സ്പഷ്ടമാണ്. കർത്താവ് ഹീൽ ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. മറ്റ് ചില വിരലുകൾക്കും ചിലർക്ക് പ്രയാസം കാണാം. ഈ കൂട്ടത്തിൽ അങ്ങ് വിശ്വസിച്ച് സ്വീകരിക്കുക. കർത്താവെ, തിരുനാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. 2 കരങ്ങളും നീട്ടിപ്പിടിക്കാം. ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നവർക്കും ദൈവമേ ഒരു വിടുതൽ അങ്ങ് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.